10. ഏവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ 10ാം ക്ലാസ്സിലെ CBSE സിലബസ് സ്റ്റാറ്റിസ്റ്റിക്സ് സംബന്ധമായിട്ടുള്ള ടോപ്പിക്കിലെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് CBSE ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്രദമാകും. വിശദമായി ചർച്ച ചെയ്ത് തിയറിയും പ്രോബ്ലംസും ഒക്കെ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. These measures are together known as measures of central tendency. Arithmetic mean, median and mode are known as measures of central tendency. എൻ്റെ ഒരു നേരത്തെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്നാൽ അത് ടാലി മാർക്കൊക്കെ ചെയ്ത് ഗ്രൂപ്പാക്കി ഫ്രീക്വൻസി ടേബിൾ ആക്കിയിട്ട് ഗ്രൂപ്പ്ഡ് ഡേറ്റ ആയിട്ട് എങ്ങനെ അതിനെ നമുക്ക് ഗ്രൂപ്പിൽ അരിത്തമെറ്റിക് മീനിനെ പറ്റി പഠിക്കുക. അരിത്തമെറ്റിക് മീൻ ഓർ സിംപ്ലി മീൻ. അരിത്തമെറ്റിക് മീൻ. Then first of all, if x1, x2, x3, etc., xn are n observations, then for an ungrouped data, then arithmetic mean x bar. Arithmetic mean, we always represent arithmetic mean as denoted by x bar. X bar equal to x1 plus x2 plus x3 plus etc. plus xn divided by total number of observations. That is sigma xi. Sigma, short to put it in brief, sigma I equal to 1 to n xi divided by n. N means number of observations. If there are 5 items, then n equal to 5. If there are 10 measures, then n equal to 10. We first add the whole measures and divide the sum by number of observations. Arithmetic mean x bar equal to x1 plus x2 plus etc. xn divided by n, where n is the number of observations and x1, x2, etc. xn are the n observations. That is sigma I equal to 1 to n xi. അതായത് ഐക്ക് ഒന്ന് കൊടുത്താൽ x1. സിഗ്മ നൊട്ടേഷൻ മീൻസ് സം. നെക്സ്റ്റ് ഐക്ക് 2 കൊടുക്കുന്നു പ്ലസ് x2. സിഗ്മ നൊട്ടേഷൻ മീൻസ് അഡീഷൻ. എക്സാമ്പിൾ, the marks obtained by 5 students in English. ഇംഗ്ലീഷിന് 5 പേർക്ക് കിട്ടിയ മാർക്സ് തന്നിരിക്കുന്നു. അതായത് 30, 40, 20, 50, 60. Then the marks obtained in English out of 100 by 5 students are given. Then find the arithmetic mean for this ungrouped data. Arithmetic mean x bar equal to first observation 30 plus 40 plus 20 plus 50 plus 60 divided by total number of observations 1, 2, 3, 4, 5 students. x1 plus x2 plus etc. എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. 5 പേരുടെ മാർക്കാണ്. അതായത് എത്ര? 200/5, അതായത് 40 കിട്ടും. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ ഫോർ ദിസ് അൺഗ്രൂപ്ഡ് ഡേറ്റ. ടോട്ടൽ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ number of observations. There are 5 items. Then the marks obtained out of 100. Then we divide the of observations divided by number of observations. Sum of observations divided by number of 40. Then similarly we can find the arithmetic mean of the heights of students. Heights of 10 students in class 10 are given 120 centimeter, 130 centimeter, 135 centimeter, etc. Then we divide the sum of their heights divided by 10.
120 പ്ലസ് 135 പ്ലസ് എക്സെട്ര 10 ഐറ്റംസ് ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ സമ്മിന്, അതായത് അതിനെല്ലാം ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ്. ഫസ്റ്റ് അരിത്തമെറ്റിക് മീൻ, സെക്കൻഡ് മീഡിയൻ. ഫസ്റ്റ് അറേഞ്ച് ദ ഒബ്സർവേഷൻസ്, അറേഞ്ച് ദ ഗിവൺ ഫോർ അൺഗ്രൂപ്ഡ് ഡേറ്റ. അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി മീഡിയൻ എങ്ങനെയാണ് കാണുന്നത്? അറേഞ്ച് ദ ഗിവൺ മെഷേഴ്സ് in ascending order or descending order. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഇത് തന്നിരിക്കുന്ന മെഷേഴ്സ് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോൾ മിഡിൽ മോസ്റ്റ് ഐറ്റമാണ് മീഡിയൻ എന്ന് പറയുന്നത്. മിഡിൽ മോസ്റ്റ് ഐറ്റം. ഇപ്പം മിഡിലിൽ 2 ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ 2 ഒബ്സർവേഷൻസും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. The heights of 5 students are given. 120 centimeter, 110 centimeter, 100 centimeter, 130 centimeter, 140 centimeter. Then arrange these observations in ascending or descending order. Then we arrange these observations. First of all, smallest, അതായത് 100. Next 110. Arrange them in ascending or descending order. Then the middlemost item is the median. 110, 120, 130, 140. 100, 110, 20, 30, 40. Then the middlemost item here, the median, is for ungrouped data. Arrange the measures in ascending order or descending order. Then the middlemost item is the median. Here the median is 120. Middlemost item. In the middle there are 2 items. Then we add the 2 measures and divide it by 2. Then for example, 6 students in the marks in English. Either 20, 10, 30, 25, 22, 6 students. 28. Then the marks of 6 students in marks are given. Then we arrange these measures in ascending or descending order. Ascending order means ഏറ്റവും lowest ആദ്യം 10, പിന്നെ 20, 22, 28, 10, 20, 10, 20, 22, 25, 28, 30. Then here the middlemost item, 2 items, 22 and 25. There are 2 items in the middlemost. Left load 2 item, right load 2 item. അപ്പോൾ നടുക്ക് 2 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ മീഡിയൻ കാണാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 22ഉം 25ഉം കൂടെ ആഡ് ചെയ്തിട്ട് 2ഉം കൂടെ കൂട്ടിയാൽ മതി. 2ൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ മതി. 2ഉം കൂടെ 47/2. അതായത് ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് 47/2 എന്ന് പറഞ്ഞാൽ 23.5. 2 ഐറ്റംസ് മിഡിൽ വരുവാണെങ്കിൽ, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോൾ 2 ഐറ്റംസ് വരുവാണെങ്കിൽ 2 മെഷറും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മോഡ് ഈസ് ദ മോഡ് ഫോർ ആൻ അൺഗ്രൂപ്ഡ് ഡേറ്റ. മോഡ് ഈസ് ദ ഒബ്സർവേഷൻ. അത് നമ്മൾ മൊത്തത്തിൽ നോക്കുക. ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷനാണ് മോഡ്. മോഡ് ഈസ് ദ ഒബ്സർവേഷൻ വിത്ത് മാക്സിമം ഫ്രീക്വൻസി.
ഫ്രീക്വൻസി, അതായത് കുറേ ഐറ്റം തന്നിട്ടുണ്ട്, അത്ര ഫ്രീക്വൻസി എത്രയാണ്, അത് ആ മാക്സിമം ഫ്രീക്വൻസി ഏതാണോ വന്നത് അതാണ് മോഡ്, മാക്സിമം ഫ്രീക്വൻസി. For example, the marks out of 10 students are given 1, 2, 3, 4, 6, 7, 8. Here the marks out of 10, number of students. Then 1, 2, 3, 4, 6, 7, 8 and 10 are marks. The marks 1 obtained by 3 students, number of students 3, 2, 5 സ്റ്റുഡൻസിനാണ് 2 മാർക്ക് കിട്ടിയേക്കുന്നത്, 3 മാർക്ക് 12 സ്റ്റുഡൻസിന്. അങ്ങനെ അപ്പോൾ ഇതിലെ ഏറ്റവും ഇതാ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വന്നേക്കുന്നത് ഏതാണോ, ഹയസ്റ്റ് ഫ്രീക്വൻസി ഇവിടെ 23 ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതാണ് നമ്മുടെ ആൻസർ. അതായത് ഹിയർ ദ മോഡ് ഈസ് 6. ഹയസ്റ്റ് ഫ്രീക്വൻസി വന്ന ഒബ്സർവേഷൻ ഏതാണോ അതാണ് ഇവിടെ മോഡ് 6. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നേക്കുന്ന ഒബ്സർവേഷനാണ് ഇവിടുത്തെ മോഡ്. ഹയസ്റ്റ് ഫ്രീക്വൻസി, ഇത് ഒബ്സർവേഷൻ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി. അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ x1 + x2 + എക്സെട്ര xn/n, അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീഡിയൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷനെ, തന്നിരിക്കുന്ന മെഷേഴ്സിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്ത് എഴുതുക. എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ വരുന്നതാണ് മീഡിയൻ. മിഡിലും 2 ഐറ്റം വന്നാൽ 2ഉം കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോഡെന്ന് പറയുന്നത് ഇവിടെ ഔട്ട് ഓഫ് 10 മാർക്സ് ആണ് സ്റ്റുഡൻസ്, മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻസ്. ഇവിടെ 6 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ് ഏറ്റവും, ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ഫ്രീക്വൻസി വന്നേക്കുന്നത് 23 ആണ്. അതിൻ്റെ നേരെ വന്ന ഒബ്സർവേഷനാണ് ഇവിടുത്തെ മോഡ്.